മൂകാംബിക ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. നല്ല മനോഹരമായൊരു വ്യൂ അല്ലേ. ഇത് മാൽപ്പേ ബീച്ചാണ് കേട്ടോ. നമുക്കിനിയും എയർപോർട്ടിൽ ചെല്ലാനും ഫ്ലൈറ്റിനൊക്കെ നമുക്ക് ടൈം ഒരുപാട് കിടക്കുന്നു. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു 12 മണിയോട് കൂടി ഇതാ ഇവിടെ എത്തി. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് പിന്നെ ബീച്ചിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവിടെ ചേട്ടനും അനിയൻകുട്ടനും അച്ഛനും അമ്മയൊക്കെ അവിടെ നിർത്തി, ഞാനും ഇതെൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അവിടെ കുറേ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആദ്യക്കുട്ടൻ ഇവിടെ ഭയങ്കര പരിപാടിയാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഞങ്ങളൊരു ചെറിയ പരിപാടിക്ക് ഇറങ്ങാണ് കേട്ടോ. സർപ്രൈസാണ്, നമുക്കത് കാണാമേ. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുക എന്ന് പറയില്ലേ, അതുപോലെ നടന്നൊരു കാര്യമാണ്. അപ്പം നമുക്കത് വീഡിയോ വിശദമായിട്ട് കാണാം. അങ്ങനെ അനീതി ഞാനും കൂടെ പോവാണ്. അത് അവിടെയാണ് നമുക്ക് പാസ്സൊക്കെ എടുക്കേണ്ട സ്ഥലം. ഭയങ്കര തിരക്കായിരുന്നു, മൺഡേ ആയിരുന്നിട്ട് കൂടി ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പോകുന്ന ആ സ്ഥലത്ത് വലിയ തിരക്കില്ലെന്നേ ഉള്ളൂ, അപ്പുറമൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അനിയനും ഭാര്യയും ആദ്യക്കുട്ടനും ഞാനും അനീതി ഞങ്ങളെന്താ പറയുക, ഒളിമ്പിക്സിന് പോണ പോലെ പോവാണ് കേട്ടോ. അവിടെ ഭയങ്കര കമൻട്രിയാണ് അനീതിയുടെ ഹസ്ബൻഡ്, സിസ്റ്റേഴ്സ് ഒളിമ്പിക്സിന് പോവാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ചിരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കടൽ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. കടലിൽ കളിച്ചിട്ടുണ്ട് വെള്ളത്തിൽ, എങ്കിൽ പോലും അങ്ങോട്ട് പോകുന്നത്, കടലിലേക്ക് ഇറങ്ങുന്നത് ആദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ആക്ച്വലി കടലിൽ ഇറങ്ങും എന്നുള്ള പ്രിപ്പറേഷനൊന്നും അല്ലായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ളൊരു ഡ്രസ്സൊന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല. നമ്മൾ ട്രാവലിങ്ങിനുള്ള ഡ്രസ്സ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങുവാണ്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് സന്തോഷിച്ചൊരു ദിവസം. ഇനി ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് പോലും